അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ തന്റെ അനുഭവമാണ് എന്ന് പറഞ്ഞു വെച്ച ഒരു കള്ളക്കഥയുമായി ബന്ധപ്പെട്ട് ഈ ഉള്ളവൻ നടത്തിയ ഒരു സംസാരത്തിന്റെ ക്ലിപ്പ് കാണിച്ചുകൊണ്ട് ഒരു മുസ്ലിയാർ കാന്തപുരത്തെ ന്യായീകരിക്കാൻ വേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ സംസാരത്തിന് ഈ ഉള്ളവൻ മറുപടി പറഞ്ഞു. അദ്ദേഹം സെലഫികൾക്ക് നേരെ നടത്തിയ ആരോപണങ്ങളും അതുപോലെ തന്നെ കാന്തപുരത്തെ വെളുപ്പിക്കാൻ വേണ്ടി നടത്തിയ ന്യായീകരണവും ഒക്കെ കൃത്യമായി ഗണ്ണിച്ചുകൊണ്ട് ഈ ഉള്ളവൻ വീണ്ടും സംസാരിച്ചു. അപ്പോൾ അതിന് മറുപടിയായിക്കൊണ്ട് മുസ്ലിയാർ വീണ്ടും വന്നിരിക്കുകയാണ്. ഈ വഹാബികൾ എന്താ ഇങ്ങനെ? തെറിവിളി മൗലവിയോട് സ്നേഹപൂർവ്വം അസ്ലം സുൽത്താനി. ഈ രീതിയിലാണ് അദ്ദേഹം മറുപടിയായി വന്നിട്ടുള്ളത്. ഞാൻ എന്തൊക്കെയോ തെറി വിളിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ വീഡിയോയിൽ. നമുക്ക് ഞാൻ വിളിച്ച തെറികളൊക്കെ ഒന്ന് കേൾക്കാം. ഞങ്ങളെ കുറിച്ച് ആരോപിക്കുന്ന ഒരു ആരോപണമുണ്ട്, അതിലൂടെ നമുക്ക് ബാക്കി ഭാഗത്തേക്കാണ്. വഹാബിക്ക് അതിനൊരു പവർ പോരാ, കാരണം നമുക്ക് കളിയാക്കണല്ലോ. ദീനുൽ ഇസ്ലാമിന്റെ കറാമത്തുകൾ മോചിതത്ത് കളിയാക്കുക എന്നതാണല്ലോ ഇവരുടെ ഒരു വർഗ്ഗ സ്വഭാവം എന്ന് പറയുന്നത്. ഇവിടെ മോചിതത്ത് കറാമത്തൊക്കെ നിഷേധിക്കുന്ന ആളുകളാണ് സെൽഫികൾ എന്ന് വരുത്തി തീർത്തുകൊണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ പച്ച കളവിനെ വെളുപ്പിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ് മുസ്ലിയാർ നടത്തുന്നത്. ഇവിടെ ആധികാരിക പ്രമാണങ്ങളിൽ വന്ന എന്ത് കറാമത്തിനെയാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, സെലഫി ഉലമാക്കൾ, സെലഫി പ്രബോധകർ നിഷേധിച്ചിട്ടുള്ളത്? അതൊന്ന് നീ കാണിച്ചു തരണം കുബൂരി. എന്തിനാ സഹോദര ഇങ്ങനെ അസഹിഷ്ണുതയോടുകൂടെ പെരുമാറുന്നത്? തെറി വിളിക്കാതെ നിങ്ങൾക്ക് ഒരു വീഡിയോ എങ്കിലും ചെയ്തുകൂടെ? ഞാനിവിടെ എന്തോ തെറി വിളിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ വീഡിയോയുടെ അവസാനം വരെ നമുക്ക് കേൾക്കാം. അതിനിടയിൽ എവിടെയെങ്കിലും ഞാൻ തെറി വിളിച്ചത് കാണിക്കുന്നുണ്ടോ എന്ന്. ഇപ്പോൾ ഞാനിവിടെ ചോദിച്ചത് എന്താണ്? ഞങ്ങൾക്ക് നേരെ ഇവർ കാലങ്ങളായി നടത്തുന്ന ഒരു ആരോപണമാണ് ഞങ്ങൾ മുഅ്ജിസത്ത് കറാമത്ത് നിഷേധികളാണ് എന്ന്. ഈ മുസ്ലിയാരും കാന്തപുരത്തിന്റെ കള്ളക്കറാമത്ത് ഞങ്ങൾ അംഗീകരിക്കാത്തത് കൊണ്ട് അവിടെയും ആരോപിച്ചു വെക്കുന്നത് എന്താണ്? മുഅ്ജിസത്ത് കറാമത്ത് നിഷേധികളാണ്, അതിനെ പരിഹസിക്കുന്ന ആളുകളാണ് എന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ട ഏത് മുഅ്ജിസത്തിനെയാണ്, ഏത് കറാമത്തിനെയാണ് ഞങ്ങൾ നിഷേധിച്ചിട്ടുള്ളത്? അതൊന്ന് താങ്കൾ കാണിക്കണം കുബൂരി എന്ന് ഞാൻ പറഞ്ഞു. അതിനുള്ള മറുപടി ഈ പാവം മുസ്ലിയാർക്കില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്, ഞാൻ എന്തോ തെറി വിളിച്ചു, മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു എന്ന്. തെറി വിളിക്കാതെ നിങ്ങൾക്ക് ഒരു വീഡിയോ എങ്കിലും ചെയ്തുകൂടെ? ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ എന്ത് തെറിയാ വിളിച്ചത് എന്ന് അടുത്ത വീഡിയോയിലെങ്കിലും മുസ്ലിയാർ ഒന്ന് കാണിക്കണം. താങ്കൾക്ക് സൗകര്യപ്പെടുകയാണ് എങ്കിൽ, അടുത്ത എനിക്ക് മറുപടിയായി വരുന്നുണ്ട് എങ്കിൽ, ആ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒന്ന് മറുപടി പറയാനുള്ള ശ്രമമെങ്കിലും നടത്തണം. കാന്തപുരവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഞങ്ങളുടെ പേരിൽ ആരോപിച്ച ആരോപണങ്ങളൊക്കെ ഉണ്ടല്ലോ, താങ്കൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച ആ ഭാഗമുണ്ടല്ലോ, അതിനൊക്കെ ഒന്ന് മറുപടി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം മുസ്ലിയാരെ. നിങ്ങളുടെ പല വീഡിയോകളും ഞാൻ കാണാറുണ്ട്. എല്ലാത്തിലും ഇതുപോലുള്ള പരിഹാസങ്ങളും തെറിവിളികളും മോശപ്പെട്ട പ്രയോഗങ്ങളും. എന്റെ വീഡിയോകളൊക്കെ നിങ്ങൾ കാണാറുണ്ട് എന്ന് പറഞ്ഞ് എന്റെ പേരിൽ വീണ്ടും നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആരോപിക്കുന്നത്? നിങ്ങൾക്ക് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ല എങ്കിൽ നിങ്ങൾ എന്തിനിങ്ങനെ പ്രയാസപ്പെട്ട് ഇതിലേക്ക് വരണം? നിങ്ങളെ ഞാൻ മൂക്കുകയറിട്ട് വലിച്ചിട്ടൊന്നുമില്ലല്ലോ. എനിക്ക് മറുപടി പറയാതെ എന്നെ വിടൂല എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ മറുപടി ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ വീഡിയോകളൊക്കെ കാണാറുണ്ട്, ഞാനതിൽ മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നുണ്ട്, ഞാൻ തെറികൾ വിളിക്കാത്ത ഒരു വീഡിയോ ഇല്ല എന്നൊക്കെ എന്തിനിങ്ങനെ ആരോപിക്കണം? നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ, എന്റെ വീഡിയോ ഒക്കെ കാണുന്ന കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളെ വിളിച്ച തെറി എന്താണ്? അത് അടുത്ത വീഡിയോയിൽ നിങ്ങൾ വരികയാണ് എങ്കിൽ മറുപടി പറയുകയാണ്. ഞാനിനി ബുദ്ധിമുട്ടിച്ചു എന്നൊന്നും പറയാൻ വേണ്ടി പാടില്ല. അടുത്ത വീഡിയോക്ക് ചിലപ്പോൾ അങ്ങനെയായിരിക്കും തമ്പനയിൽ ഉണ്ടാകുക, എനിക്കെതിരെ വീഡിയോ ചെയ്ത് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു മാഞ്ഞാളത്തിൽ വർത്താനം പറഞ്ഞിട്ടൊന്നും അടുത്ത വീഡിയോയിൽ വരരുത്. ഇനി മറുപടി പറയാൻ വരികയാണ് എങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ താങ്കളെ ഞാൻ വിളിച്ച തെറി എന്താണ് എന്ന് താങ്കൾ ഒന്ന് കാണിച്ചു തരണം. എല്ലാവരും ഒന്ന് കാണട്ടെ, ബാക്കി പറയാം. അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു മുസ്ലിം അല്ലേ? ഞങ്ങൾ മുസ്ലിം ആണോ? എപ്പം മുതലാണ് മുസ്ലിയാരെ നിങ്ങൾക്ക് മുസ്ലിമായി തോന്നാൻ തുടങ്ങിയത്? താങ്കൾക്ക് മാറ്റം വന്നു തുടങ്ങിയോ? എന്റെ കുറെ വീഡിയോകൾ കാണാറുണ്ട് എന്നാ പറഞ്ഞത്. ഇപ്പോൾ താങ്കൾക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നാണോ താങ്കളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുക്കേണ്ടത്? വഹാബി എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, നിങ്ങളൊരു മുസ്ലിം. അതെ, ഞങ്ങൾ മുസ്ലിങ്ങൾ തന്നെയാണ്. പക്ഷെ നിങ്ങളത് അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങളത് അംഗീകരിക്കുന്നില്ലല്ലോ. കാന്തപുരത്തെ വെളുപ്പിക്കാനാണല്ലോ താങ്കൾ വന്നത്. കാന്തപുരം ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലപ്പുറം വേറെ ഒന്നും ഇല്ല എന്നാണല്ലോ നിങ്ങളെയൊക്കെ വാദം. ഈ കറാമത്തുമായി ബന്ധപ്പെട്ട് താങ്കൾ ഈ രീതിയിൽ തന്നെയാണല്ലോ പറഞ്ഞു വെക്കുന്നത്. ഇപ്പോ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞതല്ലേ മൗദൂദികളും വഹാബികളും മുസ്ലിങ്ങളല്ല എന്ന്? എന്റെ ദൃഷ്ടിയിൽ രണ്ടു കൂട്ടരും മുസ്ലിങ്ങളെ അല്ല. കേട്ടോ കാന്തപുരം ഉസ്താദ് പറഞ്ഞത്? എന്റെ ദൃഷ്ടിയിൽ രണ്ടു കൂട്ടരും മുസ്ലിങ്ങളേ അല്ല എന്നാണ്. അതിന്റെ തൊട്ട് മുമ്പിൽ പറയുന്നുണ്ട് വഹാബികളും മൗദൂദികളും എന്നാണ്. അതുകൊണ്ട് മുസ്ലിയാരോട് ചോദിക്കുകയാണ്, താങ്കൾ കാന്തപുരത്തെ വെളുപ്പിക്കാനാണോ വന്നത്, അതല്ല കാന്തപുരത്തെ തള്ളി പറയാനാണോ വന്നത്? കാന്തപുരം ഈ പറഞ്ഞത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ അതല്ല തള്ളി പറയുന്നുണ്ടോ? ഒന്നും പറഞ്ഞു തരണേ. ഇനി മുസ്ലിയാരെ, കാന്തപുരം മാത്രമല്ല ഈ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ സുന്നി വേദി എന്ന് പറയുന്ന മാസികയിലും ഇത് വന്നിട്ടുണ്ട്. 1994 മാർച്ചിലിറങ്ങിയ മാസികയിലുണ്ട്. നമുക്കതൊന്ന് കാണാം. ദേ മുസ്ലിയാരെ നോക്കൂ, സുന്നി വേദിയാണിത്. 1994 മാർച്ച് 24 ഇറങ്ങിയ സുന്നി വേദി. ഇതിലെന്താ പറയുന്നത്? ശരിക്കും ശ്രദ്ധിച്ചു നോക്കിക്കോ. ഇവിടെ പറയുന്നത്
വഹാബികളും മൗദൂദികളും കാദിയാനികളും അറുത്ത സാധനങ്ങളൊന്നും നാം തിന്നാൻ വേണ്ടി പാടില്ലാത്തതാണ്. അതുപോലെ അവർക്ക് സലാം ചൊല്ലുവാനോ മടക്കുവാനോ പാടില്ല. വഹാബികളും മൗദൂദികളും അസ്ലിയായ കാഫറുകളെക്കാൾ കടുത്ത കാഫറുകളല്ലേ എന്ന് മുസ്ലിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതായത് നിങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കുക എന്നാ പറയുന്നത്. മുസ്ലിയാരെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. താങ്കൾ വഹാബി എന്നത് മാറ്റിവെച്ച് ഒരു മുസ്ലിം അല്ലേ എന്നാണല്ലോ എന്നോട് ചോദിച്ചത്. ഞാൻ മുസ്ലിമാണ്, പക്ഷെ നിങ്ങളത് അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങൾ മുസ്ലിങ്ങളല്ല എന്നാ പറയുന്നത്. അസ്ലിയായ കാഫറുകളെക്കാൾ കടുത്ത കാഫറുകളാണ് എന്നാ പറയുന്നത്. മുസ്ലിയാരെ, നിങ്ങളുടെ സുന്നി വേദി നിങ്ങൾ തള്ളുമോ കൊള്ളുമോ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇനി മറ്റൊരു മുസ്ലിയാരും കൂടി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് നല്ല ആവേശത്തോടെ. അത് നിങ്ങളെ പോലെയുള്ള ആളുകളോടുള്ള ഒരു ചോദ്യമാണ്. ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കണേ. ആൾക്കാർ വിചാരിക്കുന്നത് എന്താണ്? വഹാബികൾ എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിങ്ങളില്ലെന്ന്. ആരാ പറഞ്ഞത് ഒരു മുസ്ലിങ്ങളാണെന്ന്? ഈ മുസ്ലിയാരാ പറഞ്ഞത് മുസ്ലിങ്ങളാണ് എന്ന്? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെയും തള്ളി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സുന്നി വേദിയെയും തള്ളി പറഞ്ഞിട്ട്, അതുപോലെ പല മുസ്ലിയാക്കന്മാരും പറഞ്ഞു വെച്ചതൊക്കെ തള്ളി പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. വഹാബിയാണെന്നതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ മുസ്ലിങ്ങളല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്താ ചെയ്യുക? ഇവിടെ മുസ്ലിയാര് തള്ളി പറഞ്ഞിരിക്കുക. മുസ്ലിയാരെ, നമുക്ക് അയാളുടെ ബാക്കി സംസാരം കൂടി കേൾക്കാം. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഇസ്ലാം പറഞ്ഞത് നിങ്ങൾ അവരുമായി സലാം പറയാൻ പാടില്ല, അവരുമായി നിങ്ങൾ കൂടിപ്പെരുമാറാൻ പാടില്ല, അവര് മരിച്ചാൽ നിങ്ങൾ അവരുടെ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല, അവരുടെ പുറകിൽ പോയി നിസ്കരിക്കാൻ പാടില്ല, അവരെ നിങ്ങൾ വിരുന്നിന് വിളിക്കാൻ പാടില്ല, അവര് നിങ്ങളെ വിരുന്നിന് വിളിച്ചാൽ നിങ്ങൾ തിരസ്കരിക്കണം, അവരുമായിട്ട് ഒരു ഇടപാടിലും നമ്മൾ പെടാൻ പാടില്ല, അവരുമായിട്ട് അവര് വേറെ നമ്മൾ വേറെ. മുസ്ലിയാരെ കേട്ടോ, ഞാനിനി അസഹിഷ്ണുതയോടെ സംസാരിച്ചു എന്ന് പറയരുത്, തെറിവിളിച്ചു എന്ന് പറയരുത്. ഞാൻ നിങ്ങൾ സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിക്കുകയാണ്, നല്ല ശാന്തമായി സമാധാനപരമായി. നിങ്ങളെപ്പോലെ ഞാൻ കള്ളം പറയില്ല, നിങ്ങളെപ്പോലെ ഞാൻ ഉഡായിപ്പ് നടത്തില്ല, നിങ്ങളെപ്പോലെ ഞാൻ തരികിട നടത്തില്ല. നേർക്ക് നേരെ പറയുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായോ ഇവിടെ ഉസ്താദ് എന്താ പറഞ്ഞത് എന്ന്? അവര് വേറെയാണ് എന്നാ പറയുന്നത്. ആര്? ഞങ്ങളെപ്പോലെയുള്ള സെലഫികളും അതുപോലെ തന്നെ മൗദൂദികളൊക്കെ വേറെയാണ്, അവര് വേറെ ടീമാണ് എന്നാ പറയുന്നത്. മുസ്ലിങ്ങൾ എന്നാ ആരാ പറഞ്ഞത് എന്നാ ചോദിക്കുന്നത്. എന്താണ് മുസ്ലിയാരെ, ഇതും AP-കാരൻ തന്നെയാണ്. നിങ്ങൾ തള്ളുമോ കൊള്ളുമോ? ഇനി നിങ്ങൾക്ക് വേറെ ഈ മുസ്ലിയാക്കന്മാർ പറഞ്ഞത് കേൾക്കണം എന്നുണ്ട് എങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, അപ്പോൾ ഞാൻ അതും കൂടി കേൾപ്പിച്ചു തരാം. മറുപടി പറയണേ, നിർബന്ധിക്കുകയല്ല. ഇനി അടുത്ത വീഡിയോയിൽ എന്നെ മറുപടി പറയാൻ നിർബന്ധിച്ചു എന്ന് തമ്പനിയിലൊന്നും എഴുതി വെച്ച് വരരുത്. ഇനി താങ്കൾ ബാക്കി പറഞ്ഞോളൂ. ഒരു മുസ്ലിമിന് ചേർന്ന സംസ്കാരമെങ്കിലും നിങ്ങൾക്ക് കാണിച്ചുകൂടെ? അതന്നെയാണ് ഞാനും ചോദിക്കുന്നത്. ഒരു മുസ്ലിമിന് ചേർന്ന സംസ്കാരമെങ്കിലും നിങ്ങൾക്ക് കാണിച്ചുകൂടെ? ഞാൻ ഇങ്ങനെ നിങ്ങളോട് കാര്യമായി നിങ്ങളെ പേരിൽ ആരോപിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ട് ഒരു മറുപടി പറയാനുള്ള ശ്രമമെങ്കിലും മറുപടി നടത്തിയിട്ട് ജനങ്ങൾ എന്തിനാണ് ഇങ്ങനെ കബളിപ്പിക്കുന്നത്? ഒരു മുസ്ലിമിന്റെ സ്വഭാവം കാണിച്ചൂടെ? ഞാനിവിടെ തെറി വിളിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിളിച്ച തെറി എന്താണ് എന്ന് താങ്കൾ കാണിച്ചിട്ടില്ല. പക്ഷെ താങ്കളുടെ ഉസ്താദുമാർ വിളിച്ച തെറികളൊക്കെ താങ്കൾ കേട്ടിട്ടുണ്ടാകുമോ എന്നറിയില്ല. ഇതൊക്കെ ഒന്ന് തെറിയാണോ എന്നൊന്ന് പറഞ്ഞു തരണം. സാമ്പിളിനാണ്. വേണ്ടി വന്നാൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം നിർബന്ധിക്കുകയല്ല, അടുത്ത പ്രാവശ്യം ചോദിക്കുകയാണെങ്കിൽ കൂടുതൽ തെറികൾ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തരാം. അപ്പോൾ സാമ്പിളിന് പകരം ബാപ്പൂട്ടി മുസ്ലിയാർ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്കെതിരെ പറഞ്ഞ ഒരു സാമ്പിളിനൊരു ക്ലിപ്പ് ഞാൻ കാണിക്കാം. ഇത്ര വലിയ തെണ്ടി ദുനിയാവിലാരാ? ഇത് സ്വാലിഹായ വർത്തമാനമാണോ ഉസ്താദെ? കാരണം അള്ളാഹുവിന്റെ കഴിവ് കൊണ്ടല്ലാതെ എന്തെങ്കിലും ചെയ്യാം. മുജീഷിങ്ങനെ വിളിക്കുന്നിടത്ത് മാത്രമാണോ അതുള്ളത്? ഒരു ചായ ഒരാളോട് വായിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ വാങ്ങണ്ടേ? ഒരു പീടിയെന്ന് ഒരാളോട് അങ്ങോട്ട് ഒരു ചായ ഉണ്ടാ, അള്ളാഹുവിന്റെ കഴിവ് കൊണ്ട് ഇനി ഒരു ചായ കൊണ്ടാ എന്ന് പറയേണ്ടി വരൂലേ? കുത്തുബിയത്തിന് മാത്രമാണോ? അപ്പൊ ഇപ്പൊ പച്ച വഹാബിയാണവൻ. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ കുറിച്ചാണ് മുസ്ലിയാരെ ഈ പറയുന്നതൊക്കെ. ഇത് സ്വാലിഹായ വർത്തമാനമാണോ അതല്ല തെറിവിളിയാണോ? ഒന്ന് അടുത്ത വീഡിയോയിൽ നിർബന്ധിക്കുകയല്ല, അടുത്ത വീഡിയോയിൽ പറ്റുമെങ്കിൽ ഒന്ന് പറയണം. മുസ്ലിയാരെ തുടങ്ങിക്കോ. ഞാൻ പല വീഡിയോകളിലും നിങ്ങളുടെ മുജാഹിദുകൾ പോലും നിങ്ങൾക്കെതിരെ പറയുന്നതായിട്ട് പലതിലും ഞാൻ കണ്ടിട്ടുണ്ട് കമന്റ് അടിക്കുന്നത്. അങ്ങനെ പല വീഡിയോക്കടിയിലും മുജാഹിദുകൾ തന്നെ വന്ന് എനിക്കെതിരെ ഞാൻ തെറി വിളിക്കുന്നു എന്ന രീതിയിൽ കമന്റ് അടിക്കുന്നുണ്ട് എങ്കിൽ ആ കമന്റ് അടിക്കുന്നത് ഒന്ന് കാണിച്ചു തന്നൂടെ? നമുക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കമന്റ് അടിക്കുന്നത്. ഒന്ന് നന്നാവാൻ ശ്രമിക്കുക ആദ്യം, പ്രൈമറി ആയിട്ട്. അത് കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് താങ്കളോട് ചോദിക്കേണ്ടതല്ലേ? അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് വളരെ വിനയത്തോടു കൂടെ നിങ്ങളോട് ഓർമ്മപ്പെടുത്താം. അതെ, വിനയത്തോട് തന്നെ താങ്കളോട് ഞാൻ പറയുന്നത്. താങ്കൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. എങ്ങനെ വന്ന് മറുപടി എന്ന രീതിയിൽ മറുപടി നടത്തിക്കൊണ്ട് വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് പോയാൽ പോരാ. പറയുമ്പോൾ മറുപടി ആയിരിക്കണം. സമസ്തക്കാരെ ആളുകളുണ്ടല്ലോ, അവർക്ക് പോലും മോശമായി തോന്നാൻ പാടില്ല. എന്താണ് ഇയാൾ പറയുന്നത് എന്നും തോന്നിപ്പോകാൻ പാടില്ല. അതുകൊണ്ട് മറുപടി എന്ന രീതിയിൽ വരികയാണെങ്കിൽ ഒന്ന് മറുപടി പറയാനുള്ള ശ്രമമെങ്കിലും നടത്തണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ തെറിയൊന്നും പറഞ്ഞിട്ടില്ലേ? പിന്നെ നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്റെ പ്രശ്നം? പറ. അയിലക്കാട് തങ്ങളുമായി ബന്ധപ്പെട്ട കറാമത്തുകൾ പറഞ്ഞു. അത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ അനുഭവമാണ്.
അത് കാന്തപുരം ഉസ്താദിന്റെ അനുഭവമാണ് എന്ന് പറഞ്ഞു. പക്ഷെ താങ്കളോട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച ചോദ്യങ്ങൾക്ക് എന്നാ മറുപടി പറഞ്ഞൂടെ? അനുഭവമാണ് എങ്കിൽ എന്തേ മറുപടി പറയാതെ മുങ്ങി? ആ അനുഭവം നിങ്ങൾ ഇനി എത്ര കള്ളത്തരാണെന്നും ഇല്ലാത്തതാണെന്നും പറഞ്ഞാലും അനുഭവത്തെ നിഷേധിക്കാൻ ഉസ്താദിന് കഴിയില്ലല്ലോ. ഉസ്താദ് നിഷേധിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ജനങ്ങൾ വിശ്വസിക്കണമെങ്കിൽ അത് സത്യസന്ധമായിരിക്കണം. കാന്തപുരം ഉസ്താദ് കള്ളത്തരം പറയുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത് അത് കളവാണ് എന്ന്. അത് ഉസ്താദിന്റെ അനുഭവമായിട്ട് തന്നെ തുടരുക തന്നെ ചെയ്യും. തുടർന്നോട്ടെ, അനുഭവമായി കണ്ട് തന്നെ തുടർന്നോട്ടെ. ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കറാമത്ത് എന്ന രീതിയിലാണല്ലോ സമൂഹത്തിന്റെ മുന്നിൽ ഈ പച്ചക്കളവ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. എന്താണ് പറഞ്ഞത്? 3 ടയർ പൊട്ടി, പിന്നെ കുറച്ച് അങ്ങോട്ടെത്തുമ്പോൾ 1 ടയർ പൊട്ടി, പിന്നെ 100ഓളം നായകൾ കൃത്യമായി വന്ന് വാഹനത്തെ വളഞ്ഞു, എന്തൊക്കെയാ പറഞ്ഞു വെച്ചത്? പോരാഞ്ഞിട്ടോ പിന്നെ ആ പെണ്ണ് മരിച്ചു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ പെണ്ണ് മരിച്ചു എന്ന നിഗമനത്തിലൂടെയാണ് കൊണ്ടുപോകുന്നത്. പിന്നെ 100ഓളം നായയുടെ ബ്ലോക്ക് മാറിയപ്പോഴാണല്ലോ പിന്നെ ആ പെണ്ണ് ഹയാത്താകുന്നത്, ജീവൻ വെക്കുന്നത്. മരിച്ചു എന്ന് വിചാരിച്ചിട്ട് തന്നെയാണല്ലോ കൊണ്ടുപോയത്. പിന്നെയോ ജാറത്തിൽ കൊണ്ടുപോയി, മക്കാമിൽ കൊണ്ടുപോയി, എന്നിട്ടോ അവിടെ പൂട്ടിയിട്ടു, ഓപ്പറേഷൻ നടന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത്. അതൊക്കെ വിശ്വസിക്കാൻ തന്നെ പോലെയുള്ള അടിമകൾ ഉണ്ടാകും. പക്ഷെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് എല്ലാം നിങ്ങൾ വിശ്വസിക്കുന്നില്ല, എല്ലാം അംഗീകരിക്കുന്നില്ല. നേരത്തെ ഞാനൊരു സംഭവം കാണിച്ചു തന്നു. എന്താണ്? മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമികളൊന്നും മുസ്ലിങ്ങളല്ല എന്ന്. അത് താങ്കൾ അംഗീകരിക്കുന്ന തന്നെയില്ല. പിന്നെ കാന്തപുരം ഉസ്താദ് പറഞ്ഞ കള്ളക്കറാമത്ത് അത് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പിന്നെയോ നിങ്ങൾ ഈ അയലക്കാട് തങ്ങളുടെ കറാമത്ത് സിഹാവുസിത്തേന്ന് കാണിച്ചായിരുന്നോ? സൊഹീൽ ബുഖാരിയിൽ റവാഹുൽ ബുഖാരി എന്ന് പറഞ്ഞിട്ട് അയലക്കാട് തങ്ങളുടെ കറാമത്ത് നിങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാലും നിങ്ങൾ വിശ്വസിക്കുള്ളൂ. മുസ്ലിയാരെ, അയലക്കാട് തങ്ങളുടെ പേരിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തട്ടിവിട്ട കള്ളക്കറാമത്ത് ബുഖാരിയിൽ കാണിച്ചു തരണം എന്നൊക്കെ പറയാൻ വേണ്ടി ഞാൻ നിങ്ങളെപ്പോലെ അന്തം കമ്മിയല്ല, തെറി വിളിച്ചതല്ല, അന്തം കമ്മിയല്ല എന്ന് പറഞ്ഞതാണ്. നിങ്ങൾ വിശ്വസിക്കണ്ടേ? നിങ്ങളുടെ ആരപ്പത് വിശ്വസിക്കാൻ പറഞ്ഞത്? ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലല്ലേ. ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഭായി. നിങ്ങളോട് നമ്മൾ പറഞ്ഞു വിശ്വസിക്കാൻ. നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കാൻ പോകുന്നുണ്ടോ? നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വിശ്വസിച്ചാൽ മതി. നമുക്ക് പറ്റൂല വിശ്വസിക്കാൻ. ഉസ്താദിനെ വിശ്വസിക്കുന്ന, ഉസ്താദിന്റെ സത്യസന്ധ ബോധ്യമുള്ള സുന്നികളായിട്ടുള്ള മുഅ്മിനീങ്ങളായ ആളുകൾ അത് വിശ്വസിക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യും. നിങ്ങൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഞങ്ങൾ അതിനെ എതിർക്കും. കാരണം നിങ്ങൾ അഹ്ലുസുന്നയുടെ പേരിലാണ് ഇതൊക്കെ വരവ് വെക്കുന്നത്. നിങ്ങളിങ്ങനെ കണ്ടതും കേട്ടതൊക്കെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണല്ലോ നിങ്ങളെ ഞങ്ങൾ ഖുറാഫികൾ എന്ന് വിളിക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് വിളിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങളതൊക്കെ അംഗീകരിക്കണം, പക്ഷെ ഞങ്ങളത് അംഗീകരിക്കില്ല. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് സ്വന്തം ശിഷ്യന്മാർ തന്നെ പലതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. സാമ്പിളിന് ഞാൻ ഒന്ന് കാണിച്ചുതരാം. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ വല്ലാഹി എന്ന് പറഞ്ഞാൽ അതിനുശേഷം പറയൽ എന്താണ്? വിശദീകരിച്ചത് ഉസ്താദിന്റെ സ്വഭാവം അങ്ങനെയാ. വല്ലാഹി പറഞ്ഞാൽ ശേഷം വരാൻ പോകുന്നത് കളവാണെന്ന് ഉറപ്പാ. വല്ലാഹി പറഞ്ഞാൽ പച്ചക്കള്ളമാണ്. അതുകൊണ്ട് നിങ്ങൾ വേദാറാവണ്ട. അപ്പോഴാണ് നമുക്ക് സമാധാനമായത്. അതല്ലെങ്കിൽ നമ്മൾ അത്ഭുതപ്പെടില്ലേ? എന്താ പറഞ്ഞത് ഹസൻ സഖാഫി? ഉസ്താദ് വല്ലാഹി എന്ന് പറഞ്ഞാൽ ശേഷം പറയുന്നത് കളവായിരിക്കും. ഉസ്താദ് സുമ്മ വല്ലാഹി എന്ന് പറഞ്ഞാൽ അതിനുശേഷം പറയുന്നത് പച്ച കളവായിരിക്കും. അങ്ങനെയുള്ള കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. അദ്ദേഹം കറാമത്തിന്റെ പേരിൽ പറഞ്ഞത് കള്ളത്തരമാണ് മുസ്ലിയാരെ. അദ്ദേഹം മാത്രമല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ പല മുസ്ലിയാക്കന്മാരും കറാമത്തിന്റെ പേരിൽ കള്ളക്കഥകൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്തേ നിങ്ങൾക്ക് നിഷേധിക്കാൻ വേണ്ടി പറ്റുമോ? നിങ്ങൾ അംഗീകരിപ്പിക്കുക, നിങ്ങളെ വിശ്വസിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ താല്പര്യമേ അല്ല. നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടായിട്ട് കാര്യമില്ല. ഞങ്ങൾ വിശ്വസിക്കില്ല. സ്വന്തം ശിഷ്യൻ പറഞ്ഞല്ലോ ഉസ്താദ് വല്ലാഹി എന്ന് പറഞ്ഞാൽ ശേഷം പറയുന്നത് കളവായിരിക്കും. ഉസ്താദ് സുമ്മ വല്ലാഹി എന്ന് പറഞ്ഞാൽ അതിനുശേഷം പറയുന്നത് പാച്ചക്കളവായിരിക്കും. ഈ രീതിയിൽ അള്ളാന്റെ പേരും പറഞ്ഞ് പാച്ചക്കളവ് പറയുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ, കാന്തപുരം ഉസ്താദിന്റെ പേരിൽ തന്നെയാണല്ലോ തിരഞ്ഞെടുത്ത നുണകൾ എന്ന പുസ്തകം പോലും ഉള്ളത്. അങ്ങനെയുള്ള കാന്തപുരം ഉസ്താദ് പറയുന്നതൊക്കെ വിശ്വസിക്കാൻ മാത്രം വിവരം കേട്ടവരല്ലല്ലോ ഞങ്ങൾ. നിങ്ങളെപ്പോലെയുള്ള അന്തംകമ്മികൾ അത് വിശ്വസിച്ചോ? അതിലൊന്നും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഇസ്ലാമിന്റെ ലേബലിൽ കറാമത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് സമൂഹത്തെ വഞ്ചിക്കാൻ പറയുമ്പോൾ അത് ഞങ്ങൾ തുറന്നു കാട്ടുന്നു. അതിൽ നിങ്ങൾ ബേജാറായിട്ടും കാര്യമില്ല. ഞങ്ങൾ തെറി വിളിക്കുന്നു, ഞങ്ങൾ അധിക്ഷേപിക്കുന്നു, ഞങ്ങൾ ആക്ഷേപിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മോങ്ങിയത് കൊണ്ട് കാര്യമുണ്ടോ ഉസ്താദെ? കാരണം എന്തുകൊണ്ടാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങളുടെ പൂർവികരുണ്ടായിരുന്നു. സഹോദരങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലായോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നിങ്ങളുടെ പൂർവികന്മാരുണ്ടായിട്ടുണ്ട് എന്നാ പറയുന്നത്. ഞാൻ റഫായി സംസാരിക്കത്തത് മുസ്ലിയാരന് പറയും ഞാൻ അദ്ദേഹത്തെ തെറി വിളിച്ചു, മോശമായ രീതിയിൽ സംസാരിച്ചു. ഞാൻ മോശമായ രീതിയിൽ സംസാരിക്കുന്നില്ല, തെറി വിളിക്കുന്നുമില്ല. വളരെ മാന്യമായിക്കൊണ്ട് തന്നെയാണ് മുസ്ലിയാർ പറഞ്ഞ രൂപത്തിൽ തന്നെയാണ് ഞാനും പറയുന്നത്. മുസ്ലിയാർ ഈ രീതിയിലാണല്ലോ പറയുന്നത്, അതുകൊണ്ട് മാന്യമായി തന്നെയാണ് ഞാൻ പറയുന്നത്. മുസ്ലിയാർ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മുഅ്ജിസത്ത് നിഷേധിച്ച കുറെ നിഷേധികളായ ആളുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മുസ്ലിയാർ പറയുന്നത്. എന്നതുപോലെയാണ് കറാമത്തിന്റെ ലേവലിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ കള്ളത്തരങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ തള്ളിപ്പറയുന്നു, ഞങ്ങൾ അതിനെ എതിർക്കുന്നു എന്ന്. അതിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് കമ്പയർ ചെയ്യുന്നു. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എവിടെ കിടക്കുന്നു? റസൂലുള്ള എവിടെ കിടക്കുന്നു?
ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല, സാറയെ കാണിച്ച് സൂറയെ കെട്ടിക്കുന്ന പരിപാടി എന്ന്. ആ പരിപാടി തന്നെയാണ് മുസ്ലിയാക്കന്മാർ നിരന്തരം നടത്താറുള്ളത്. ഇവർ കറാമത്തിന്റെ പേരിൽ പറയുന്ന കള്ളത്തരങ്ങളെ എതിർക്കുമ്പോൾ ഈസാ നബിയുടെ സംഭവം കൊണ്ടുവരും. അതുപോലെ തന്നെ ഖുർആനിൽ പറയപ്പെട്ട കുറെ മുഅ്ജിസത്തുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ കൊണ്ടുവരും. അതിനെ കൊണ്ടുവന്ന് ഇതിനെ വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഇവരുടെ നേതാക്കന്മാർ മറ്റു പല മുസ്ലിയാക്കന്മാർ പറഞ്ഞ കറാമത്തിനെ നിഷേധിക്കുന്നതോ? അതിനെക്കുറിച്ച് ചോദിച്ചാൽ മുസ്ലിയാക്കന്മാർക്ക് മുണ്ടാട്ടമില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചല്ലോ, നാട്ടക്കോയുടെ കറാമത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ അൻസാരി സുഹരി സംസാരിച്ച സംസാരം കാണിച്ചുകൊണ്ട് എന്തേ മറുപടി പറഞ്ഞില്ല? മറുപടി പറയില്ല. ഇദ്ദേഹം പറഞ്ഞല്ലോ, ഞങ്ങളുടെ പൂർവികന്മാർ അന്നുണ്ടായിട്ടുണ്ട് റസൂലുള്ളാഹിന്റെ കാലത്ത്. ഇനി മുസ്ലിയാരെ, താങ്കൾക്ക് ഞാൻ 2 കറാമത്ത് കേൾപ്പിച്ചത്. ഈ കറാമത്ത് AP സമസ്തയിലെ മുസ്ലിയാക്കന്മാർ തന്നെ പറഞ്ഞു വെച്ചതാണ്. ചിറ്റടിമീതിൽ അബൂബക്കർ മുസ്ലിയാരുമായി ബന്ധപ്പെട്ട് കൊണ്ട് പറഞ്ഞു വെച്ചതാണ്. അതുകൊണ്ട് മുസ്ലിയാരെ ഒന്ന് പറയണം. നിങ്ങളുടെ ഔലിയാണല്ലോ ചിറ്റടിമീതിൽ അബൂബക്കർ മുസ്ലിയാർ. പറയുന്നത് നിങ്ങളുടെ നേതാക്കന്മാർ തന്നെയാണല്ലോ. ഇത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയണം. താങ്കൾ അംഗീകരിക്കുകയാണ് എങ്കിലും നിഷേധിക്കുകയാണ് എങ്കിലും താങ്കൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ അതിന് മറുപടി എന്തായാലും പറഞ്ഞുതരും. താങ്കൾ കേട്ടോളൂ. ഷെയ്ഖുനായുടെ ആയലുകൾ ഷെയ്ഖുന കറക്റ്റ് ശരീഅത്തിനനുസരിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഹളറത്തുൽ ഖുദ്സിൽ ഇങ്ങനെ കിടക്കാണ്, ലോകം മൊത്തം കണ്ട് അത് നിയന്ത്രിച്ച് ഞാനൊന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഷെയ്ഖുന പറഞ്ഞ വാർത്ത. ഷെയ്ഖുന ഒന്ന് അശ്രദ്ധയിലായാൽ സംഭവിക്കും. ഷെയ്ഖുന അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ കൂട്ടിമുട്ടും എന്നാണ് പറയുന്നത്. അത് സംഭവിക്കും എന്നാണ് പറയുന്നത് മറ്റാരുമല്ല, നിങ്ങളുടെ ബഹുമാനപ്പെട്ട സ്വന്തം പകര ബാപ്പൂട്ടി മുസ്ലിയാരാണ്. ഇദ്ദേഹം പറഞ്ഞ വേറെയും കുറെ കറാമത്തുകളുണ്ട്. നമുക്ക് വേണ്ടി വന്നാൽ അതിലേക്ക് പോകാം. ഇനി നമുക്ക് അടുത്തത് വേറൊരു വ്യക്തിയെ കൊണ്ടുവരാം. ആരാണ്? UK മജീദ് മുസ്ലിയാരാണ്. അദ്ദേഹവും പറയട്ടെ. ഇത് ഭർത്താവാണ്, ഇത് ഭാര്യയാണ്. 500 കൊല്ലം മുമ്പാണ് ഇവരിവിടെ വന്ന് വിവാഹത്തെടുക്കാൻ കൂടിയത്. ബഹുമാനപ്പെട്ട CM എന്ന് പറഞ്ഞതാ. അത് ഇന്നും മൗലിദിലൊക്കെ നിങ്ങൾ വായിക്കാറില്ലേ? ഇങ്ങനൊക്കെ എല്ലാത്തിനും കാണാനും കേൾക്കാനും അറിയാനും മാത്രമുള്ള പടച്ചവൻ്റെത് തന്നെയാണ്, പടച്ചവൻ തന്നെയാണോ എന്ന് തോന്നിപ്പോകുന്ന അത്രയും വലിയ പവർ അള്ളാഹുവിലേക്ക് ഈ സാധനം അള്ളാഹു നമുക്ക് തന്ന ഈ ഖൽബ് പ്രകാശിപ്പിച്ചെടുത്താൽ അങ്ങനെ ഉയരാനും വളരാനും കഴിയും. പടച്ചോൻ തന്നെയാണ് എന്ന് തോന്നിപ്പോകുന്നു എന്നാ പറഞ്ഞത്. ഈ പറഞ്ഞത് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ അതല്ല തള്ളിക്കളയുന്നുണ്ടോ? UK മജീദ് മുസ്ലിയാർ നിങ്ങളുടെ നേതാവാണല്ലോ, നിങ്ങളുടെ പണ്ഡിതനാണല്ലോ. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ തള്ളിക്കളയുന്നുണ്ടോ? ഒന്ന് അടുത്ത വീഡിയോയിൽ ഒന്ന് പറയണേ. നമുക്ക് നിങ്ങൾ ഇതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് റസൂലുള്ളാഹിന്റെ കാലത്ത് നിഷേധിച്ച പാരമ്പര്യമുള്ള ആള് എന്നുള്ള പരിശോധനയും കൂടി നടത്താം. അതിന്റെ ഒരു അസഹിഷ്ണുതയാണ് നിങ്ങളുടെ ഈ തെറിവിളിയും പരിഹാസവും ഒക്കെ എന്ന് പ്രാഥമികമായി ചോറുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അല്ലാഹു തആല നിങ്ങളെ നന്നാക്കട്ടെ. ഓക്കെ, ആയിക്കോട്ടെ. അടുത്ത വീഡിയോയിൽ വന്ന് ആ തെറി വിളിച്ചത് എന്താണ് എന്നൊന്ന് കാണിച്ചു തരണം മുസ്ലിയാരെ. ഒരാഗ്രഹം കൊണ്ടാണ്, എല്ലാവരും ഒന്ന് കേൾക്കട്ടെ. അള്ളാഹു നിങ്ങളെയും നന്നാക്കട്ടെ. മുസ്ലിയാരെ, സ്നേഹത്തോടെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് മറുപടി പറയണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾക്ക് പ്രവാചകന്റെ കാലഘട്ടത്തിലുണ്ടായ പ്രവാചകനെ നിഷേധിച്ച ആ മുൻഗാമികൾ ആരുടെ പക്ഷത്താണ് എന്നൊന്ന് പരിശോധിക്കേണ്ടേ? സഹോദരങ്ങളെ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.